നമസ്കാരം. മാങ്ങാനം പി ഒ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മാങ്ങാനം നരസിംഹസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടായ ചരക്കിലടയാണ് ഇന്നിവിടെ നടക്കുന്നത്. മാങ്ങാട്ടപ്പൻ്റെ ഇഷ്ട വഴിപാടായ ചരക്കിലട ഇത് വളരെ പ്രശസ്തി ആർജിച്ച ഒരു വഴിപാടാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. ആ വഴിപാടിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ മാങ്ങാട്ടപ്പൻ്റെ നിറഞ്ഞ വഴിപാട് ഇല്ലത്തു നിന്നുമെടുക്കുമ്പോൾ വാർപ്പിലടയാം. നിറഞ്ഞ വഴിപാട് ഇല്ലത്തു നിന്നുമെടുക്കുമ്പോൾ ഒരു മാത്ര പോലും മുറിയാതെ വഴിയിലെ ഈ ശംഖനാദം കേൾക്കണം. പരമപവിത്രമാം മഞ്ഞച്ചെത്തിയിൽ വിരിയുന്ന പൂകൊണ്ട് നേരിടുമ്പോൾ ദ്വിജസ്വപ്ന കഥയും ഞാൻ പാടേണം. ഏഴ് സ്വരങ്ങളും ഒന്നായി ഒഴുകിയ ഹൃദയമം ശംഖിൽ നിറയേണം. എൻ്റെ ദേവനെ പള്ളിയുണർത്താൻ ഏഴൊരു പ്രണവമായി ഉയരേണം. ആ മലർമീണ വിടരേണം. ഏഴു സ്വരങ്ങളും ഒന്നായി ഒഴുകി ഹൃദയമാം ശംഖിൽ നിറയേണം. ചരക്കിലയുടെ കേട്ടുകേൾവി എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണരുടെ ഇല്ലങ്ങളിൽ ശ്രാദ്ധം നടത്തും. അതായത് ഒരാൾ മരിച്ചു പോയിട്ട് 16 ആവുമോ അതല്ലെങ്കിൽ എല്ലാ വർഷവും മരിച്ച ദിവസം ഒരു ശാന്തി ഒരാളിനെ ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചിട്ട് ശ്രാദ്ധം എന്ന് പറയും. ശ്രാദ്ധം കഴിക്കുക എന്നൊരു ചടങ്ങ് അന്നും ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇല്ലങ്ങളിൽ ഈ ബലിപൂജാദികൾ നടക്കുമ്പോൾ ഈ ശ്രാദ്ധം കർമ്മങ്ങൾ നടക്കുമ്പോൾ ഒരാളെ ക്ഷണിച്ച് വരുത്തി അദ്ദേഹത്തിന് എല്ലാ വിഭവങ്ങളും, അതായത് ഈ ബലിക്ക് എന്തെല്ലാം വിഭവങ്ങൾ എടുക്കുന്നോ അതെല്ലാം വിളമ്പി അദ്ദേഹത്തിനെ ഊട്ടി സന്തോഷിപ്പിച്ച് വിടുകയാണ്. അത് പിതൃവിനെ സന്തോഷിപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് കരുതുന്നത്. അപ്പം പിന്നെ അദ്ദേഹത്തിന് വൈകിട്ട് കഴിക്കാനായിട്ടുള്ള ആഹാരം കൂടി ഇവർ കൊടുത്തു വിടും. ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിക്ക്, 1-2 കരിക്ക്, അതായത് വേറെ വെള്ളമൊന്നും കഴിക്കാൻ പാടില്ല, വൈകിട്ടൊന്നും കഴിക്കരുത്. ഈ ഊണ് കഴിഞ്ഞാൽ ഈ കൊടുത്തു വിടുന്ന ആഹാരം മാത്രമേ കഴിക്കാവുള്ളൂ, മറ്റുള്ളതും കഴിക്കരുത്. അതിന് വേണ്ടിയിട്ട് 1-2 കരിക്കും അത് പൊട്ടിച്ചിട്ട് അതിന് വെള്ളം കഴിക്കുക. പിന്നെ അപ്പം, ഉഴുന്നുവട, അട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതിഞ്ഞു കെട്ടി അദ്ദേഹത്തിന് കൊടുത്തു വിടുക എന്നൊരു ഏർപ്പാട് ഉണ്ട്. ഇപ്പോഴും ചിലതൊക്കെ ഉണ്ട്. അപ്പോഴേ ഒരു ഇല്ലത്ത് ഇങ്ങനെ ശ്രാദ്ധമെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പറയുമ്പോൾ ചാത്തക്കാരനാണ് ശ്രാദ്ധം, ചാത്ത കൊണ്ടുപോകാന്ന് പറയും. അദ്ദേഹം എല്ലാം കഴിഞ്ഞിട്ട് പോയപ്പം ലേശം താമസിച്ചു പോയി. ഇരുട്ടുന്നതിന് മുമ്പ് പോകാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം അമ്പലത്തിൽ തന്നെ ഒരു സ്ഥലത്തവിടെ കടന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങളെല്ലാം തലക്കെ വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം അന്നേരം ഒന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോ ഇങ്ങനെ പറയുന്നു, ഇതെനിക്ക് നേദിക്ക് എന്ന് 2-3 പ്രാവശ്യം പറയുന്നു. അത് തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെ കടന്നു. അങ്ങനെ 2 പ്രാവശ്യം കഴിഞ്ഞ് 3-ാമതും പറഞ്ഞു, ഇത് ഈ അട എനിക്ക് നേദിക്കണം. അകത്ത് ഇന്ന സ്ഥലത്ത് കിണ്ടിയും വെള്ളവും ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അവിടെ വടക്ക് വശം ചെത്തിപ്പൂവുണ്ട്. അത് രണ്ടും കൊണ്ട് ഇതെടുത്തിട്ട്
അതെനിക്ക് നേദിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബ്രാഹ്മണനാണല്ലോ, അപ്പോൾ ഇത് ഭഗവാന്റെ ഒരു അരുളിപ്പാടാണ് എന്നുള്ള ഒരു നിശ്ചയത്തിൽ അദ്ദേഹം ആ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് പറഞ്ഞ സ്ഥലത്തെല്ലാം ചെത്തുനിൽപ്പുണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേദിച്ചിട്ട് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് പോയി. ഇതാണ് അപ്പം അദ്ദേഹത്തിന് ഈ ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു വഴിപാടാണ് അട വഴിപാട്. അത് ഹിരണ്യകശിപുവിനെ വധിച്ചതാണല്ലോ, അത് ആ മാംസത്തിന് തുല്യമായിട്ട് തുല്യമായിട്ട് അതിന് പകരമായിട്ട് ഒരു നിവേദ്യം കൂടിയാണ് ഈ അട എന്നും ചില ആൾക്കാർ പറയുന്നു. ഇതാണ് അതിൻ്റെ ഐതിഹ്യം. സ്വരങ്ങളും ഒന്നായൊഴുകിയൻ ഹൃദയമാം ശങ്ക